ഹലോ മക്കളെയും മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കടാ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഉണ്ടോ? ഇതൊരു മെറ്റീരിയലാണ്, എന്തെങ്കിലും ഒരു മെറ്റീരിയലാണ്. ഞാൻ ഈ മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പോവാണ്, കാന്തമാക്കാൻ പോവുകയാണ്. സോ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഈ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കാന്തമാക്കാൻ പോവുകയാണ്. സോ എങ്ങനെയാണ് നമുക്കൊരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നത്? എങ്ങനെയാണ് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെയാണ് മെറ്റീരിയലിനെ കാന്തമാക്കി മാറ്റാൻ പോകുന്നത്? സോ അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ. ഇത് വിളിക്കും, ഒരു ബോഡിയെ കാന്തമാക്കി മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ. സോ മാഗ്നറ്റൈസേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വി ക്യാൻ മാഗ്നറ്റൈസ് എ ബോഡി. ഒരു ബോഡിയെ കാന്തമാക്കാൻ കഴിയും, അല്ലേ? കാന്തീകരിക്കുക എന്ന് പറയും, അതായത് കാന്തമാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, ഉണ്ടോ? ഇത് നോർത്ത് സൗത്ത്. സോ ഈ ബാർ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് ഞാനൊരു ഇരുമ്പിൻ്റെ പീസ് കൊണ്ടുവച്ചു. ഇത് ഇരുമ്പിൻ്റെ പീസാണ്, ഒരു ബാർ മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇരുമ്പിൻ്റെ പീസാണെങ്കിൽ ബാർ മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യും. ശരിയാണോ? അത് എന്തുകൊണ്ട് അട്രാക്ട് ചെയ്യുന്ന അറിയാമോ? ഉറപ്പായിട്ടും ബാർ മാഗ്നറ്റ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരികയാണ്. സോ ഇത് ക്ലോസ് ലൂപ്പായിട്ട് ഇങ്ങനെ പോവുകയാണ്, കണ്ടോ? ഇങ്ങനെ ക്ലോസ് ലൂപ്പായിട്ട് ഇങ്ങനെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരികയാണ്. മക്കളെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മൂലം നമ്മളുടെ ഈ ഒരു അയണിന്റെ പീസാണ് എന്ത് ചെയ്യും? മാഗ്നറ്റ് ആയിട്ട് മാറും. നോക്ക്, ഇതിന്റെ ഇൻഫ്ലുവൻസിന്റെ ഫലമായിട്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിന്റെ ഫലമായിട്ട് ഇവനാണെങ്കിൽ കാന്തമാക്കി മാറും. അപ്പോൾ ആര് കാന്തമായിട്ട് മാറും? നമ്മളുടെ അയണിന്റെ പീസ് കാന്തമായിട്ട് മാറും. ആരുടെ ഹെൽപ്പോട് കൂടിയാണെങ്കിൽ ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹെൽപ്പോട് കൂടി ഇവൻ കാന്തമാക്കി ആയി മാറും. അങ്ങനെയെങ്കിൽ ഇവിടെയാണെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. സോ ഇത് എങ്ങനെയാണോ അലൈൻ ചെയ്തിരിക്കുന്നത്, നോക്ക്, നോർത്ത് സൗത്ത് ആണെങ്കിൽ അതേ ഡയറക്ഷനിൽ ഇതും അലൈൻ ചെയ്യും. നോർത്ത് സൗത്ത് എന്ന അതേ ഡയറക്ഷനിൽ ഇവനും അലൈൻ ചെയ്യും, അതേ ഡയറക്ഷനിൽ ഇവനും മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ സെയിം ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസ് ആയത്. ശരിയാണോ? ഇത് നോർത്ത് സൗത്ത് ആണ്, ഇത് നോർത്ത് സൗത്ത് ആണ്. അങ്ങനെയെങ്കിൽ ഈ നോർത്ത് ഈ സൗത്തിലേക്ക് അട്രാക്ട് ചെയ്യും. ഇതാണ് നിങ്ങൾ കണ്ടത്. സോ എങ്ങനെയാണ് അയൺ മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്തത്? അയണിന്റെ നോർത്ത് മാഗ്നറ്റിന്റെ സൗത്തിലേക്കാണ് അട്രാക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് മാഗ്നറ്റുമായിട്ടാണ് അട്രാക്ട് ചെയ്യുന്നത്. അല്ല, ഇരുമ്പിനെ അല്ല ആക്ച്വലി മാഗ്നറ്റ് അട്രാക്ട് ചെയ്തത്, പകരം ആരെയാണ്? നോർത്ത് പോളിനെയാണ് സൗത്ത് പോള് അട്രാക്ട് ചെയ്തത്. സോ ഇത് നേരത്തെ കാന്തമായിരുന്നോ? അല്ല. ഇപ്പൊ എന്തായിട്ട് മാറിയത്? കാന്തമായിട്ട് മാറി. സോ മാഗ്നറ്റ് അല്ലാത്തൊരു ബോഡിയെ മാഗ്നറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ ആണോ? ശരി. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സോഫ്റ്റ് അയണിന്റെ പീസ് ഉണ്ട്. എന്തുകൊണ്ട് മക്കളെ? സോഫ്റ്റ് അയൺ പീസ് ഉണ്ട്, കേട്ടോ? അത് സോഫ്റ്റ് അയൺ ആണ്. എനിക്ക് ഈ സോഫ്റ്റ് അയണിനെ കാന്തമാക്കണം, മാഗ്നറ്റ് ആക്കണം. അതിനുവേണ്ടി എൻ്റെ കയ്യിൽ ബാർ മാഗ്നറ്റ് ഒന്നുമില്ല, പകരമാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സോളിനോയിഡ് ഉണ്ട്. ഈ സോളിനോയിഡിലൂടെ ഞാൻ കറണ്ട് കടത്തിവിടാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫലമായിട്ട് ഈ സോഫ്റ്റ് അയൺ, നമ്മൾ നേരത്തെ കണ്ടതാണ്, അയണിന്റെ അടുത്തേക്ക് ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, നമുക്ക് അയണിന്റെ അടുത്തേക്ക് ഒരു മാഗ്നറ്റിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ അയൺ എന്ത് ചെയ്യും? കാന്തമായി മാറും. അങ്ങനെയെങ്കിൽ ഈ സോഫ്റ്റ് അയൺ അടുത്തേക്ക് എന്തുകൊണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കാൻ പോവുകയാണ്. അതിന്റെ ഫലമായിട്ട് ഈ സോഫ്റ്റ് അയൺ എന്ത് ചെയ്യും മക്കളെ? കാന്തമായിട്ട് മാറും. സോ അങ്ങനെ ഇത് മാഗ്നറ്റൈസ് ചെയ്യും. മനസ്സിലായോ? ഇത് എന്ത് ചെയ്യും? മാഗ്നറ്റൈസ് ചെയ്യും. സോ ഏത് ഫീൽഡ് കൊണ്ടാണ്, ആരാണ് ഇതിനെ കാന്തമാക്കി മാറ്റിയത്? ഏത് ഫീൽഡാണ് ഇതിനെ കാന്തമാക്കി മാറ്റിയത്? ആരാണ് കൊടുത്തത് ഈ കാന്തത്തിന്റെ ഫീൽഡ്? ഈ നമ്മുടെ സോഫ്റ്റ് അയണിനെ കാന്തമാക്കി മാറ്റാൻ ആവശ്യമായ ഫീൽഡ് അത് ആരാ ജനറേറ്റ് ചെയ്തത്? നമ്മുടെ സോളിനോയിഡ് ആണ്. സോ സോഫ്റ്റ് അയണിനെ കാന്തമാക്കി മാറ്റാൻ ആവശ്യമായ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ്, ആ കാന്തിക മണ്ഡലത്തിനെ വിളിക്കുന്ന പേരാണ്, മാഗ്നറ്റിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി. എന്താണ്? മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി. അതിന് വേറെ പേരുണ്ട്, മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയും. നമ്മൾ അതിനെ H എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ H എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, സർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റു വസ്തുക്കളെ കാന്തമാക്കി മാറ്റാനുള്ള ഒരു ഫീൽഡിന്റെ കഴിവാണ്. എന്താ ഞാൻ പറഞ്ഞേ? മറ്റു വസ്തുക്കളെ കാന്തമാക്കി മാറ്റാനുള്ള
ഒരു ഫീൽഡിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. സോ ഈ ടേംസ് ഒക്കെ തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരുന്നത്. ഇത് കഴിവാണ്. എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്? എന്താണ്? ഇതൊരു കഴിവാണ്. മറ്റു വസ്തുക്കളെ കാന്തമാക്കി മാറ്റാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി, എച്ച് എന്ന് പറയുന്നത്. സോ എച്ച് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ സോളിനോയിഡ് ആണ് എച്ചിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എച്ച് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് സോഫ്റ്റ് അയൺ എന്തായിട്ട് മാറും? കാന്തമായി മാറും. സോ എന്താണ് എച്ച് എന്ന് പറയുന്നത്? എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്? വെൻ എ സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ സോഫ്റ്റ് അയൺ ആണ്, ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ സോളിനോയിഡ്, ഒരു സോളിനോയിഡിന്റെ ഉള്ളിൽ ആരെ കൊണ്ടുവെക്കുകയാണ്? ഒരു സോഫ്റ്റ് അയണെ കൊണ്ടുവെക്കുകയാണ്. ഇറ്റ് ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. അപ്പൊ എന്ത് ചെയ്യും? ആ സോഫ്റ്റ് അയൺ കാന്തമായി മാറും. ദ എബിലിറ്റി, ഇതാണ് ഈ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദ എബിലിറ്റി, ഇതെന്താണ്? ഇത് കഴിവാണ്. കണ്ടോ? ദി എബിലിറ്റി ആണ്, ഇതൊരു കഴിവാണ്. ആരുടെ കഴിവാണ്? ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഫീൽഡിന്റെ കഴിവാണ്. ടു മാഗ്നറ്റൈസ് എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി. സോ ഞാൻ ഇവിടെ നോക്കി, കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഇവിടെയാണെങ്കിൽ സോളിനോടുണ്ട്, ഞാൻ ഇവിടെ കറണ്ട് കടത്തിവിട്ടു, അതിന്റെ ഫലമായിട്ട് നോക്കു മക്കളെ, ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആകത്തില്ലടാ, ഇതിനകത്ത് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ശരിയാണോ? ബി എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിന്റെ സ്ട്രെങ്ത് ആണ് ബി എന്ന് പറയുന്നത്. ബിന്റെ വാല്യൂ എത്രയാണ്? μ0 ആണ്. ബി വിച്ച് ഈസ് ഈക്വൽ ടു μ0 ആണ്. നിങ്ങൾ പഠിച്ചതാണ്. ഇതെന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ്, ശക്തിയാണ്. ഇതാണോ നമ്മൾ പറഞ്ഞത്? അല്ല, ഇതിനെപ്പറ്റി അല്ല നമ്മൾ പറഞ്ഞത്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ എബിലിറ്റി, കഴിവ് ഉണ്ടോ? ഇത് സ്ട്രെങ്ത് ആണ്. ബി എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ആണ്. നമ്മൾ സ്ട്രെങ്തിനെ പറ്റിയാണോ പറഞ്ഞേ? അല്ല, ഇത് എബിലിറ്റി ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബി വിച്ച് ഈസ് ഈക്വൽ ടു μ0 നമ്മൾ അതിനെ പറ്റിയല്ല പറഞ്ഞത്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ എബിലിറ്റി, കഴിവിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഈ കഴിവ് എന്തിനാ ഉപയോഗിക്കുന്നത്? മറ്റു വസ്തുക്കളെ കാന്തമാക്കി മാറ്റാൻ ഉപയോഗിക്കും. മനസ്സിലായോ? ശരി. സോ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റിലേഷൻ എഴുതാം ബി ഡിവൈഡ് ബൈ μ0. നമുക്ക് ഈ μ0 എടുപ്പ് ശ്രദ്ധിക്കണം. പല ആൾക്കാരും ഈ μ0 കൺഫ്യൂഷൻ ഉണ്ടാവും. എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു, എച്ചും ബി നമ്മൾ റിലേഷൻ, ഓക്കെ, എച്ചും ബി നമ്മൾ റിലേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. സോ എച്ച് ആണോ ബി എന്ന് പറയണത്? അല്ല. എച്ച് എന്താണ്? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം മക്കളെ. എച്ച് എന്താണ്? നിങ്ങൾ പറയും സാർ ഇത് കഴിവാണ്, മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. അതെന്ന് പറഞ്ഞാൽ മറ്റു വസ്തുക്കളെ കാന്തമാക്കി മാറ്റാനുള്ള ഒരു ഫീൽഡിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ബി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇന്റൻസിറ്റി അല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇതെന്താണ്? ആ ബി എന്ന് പറഞ്ഞിട്ട് സ്ട്രെങ്ത് ഓഫ് എ ഫീൽഡ്, ഒരു ഫീൽഡിന്റെ സ്ട്രെങ്തിനെയാണ് ബി സൂചിപ്പിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മറ്റു വസ്തുക്കളെ കാന്തമാക്കാനുള്ള കഴിവാണ്. സോ ബിയും എച്ച് നമ്മുടെ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയണം എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ μ0. ശ്രദ്ധിക്കണേ, ഈ μ0 ഇവിടെയാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് പോകുന്നതനുസരിച്ച് കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ μ0 നമ്മൾ പറയണമെങ്കിൽ ഇവിടെയാണെങ്കിൽ നോക്ക്, നമ്മൾ ഇതിന് അകത്തെ ഈ പോയിന്റിലാണ് സംസാരിക്കുന്നതായിരിക്കും. ഇവിടുത്തെ ഈ അകത്തൊരു പോയിന്റ് ഉണ്ട്, ഞാൻ ഈ പോയിന്റിനെ പറ്റിയാണ് സംസാരിക്കുന്നതായിരിക്കും. മക്കളെ, ഇതിന് അകത്തൊരു പോയിന്റ് ആണ്, മെറ്റീരിയലിലെ ഒരു പോയിന്റിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ, മെറ്റീരിയൽ അകത്തുള്ള ഒരു പോയിന്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഉറപ്പായി നിങ്ങൾ പറയണം ബി വിച്ച് ഈസ് ഈക്വൽ ടു μh എന്ന് പറയണം. μ0 ആണോ? അല്ല, μ മെറ്റീരിയൽ ആണ്. അല്ലെങ്കിൽ ഇവിടെ പറയാം എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ μ എന്നേ പറയാവൂ. μ0 എന്ന് പറയാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ ഇതിന് അകത്താണ് സംസാരിക്കുന്നതെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന പോയിന്റ് ഇതിന് അകത്തൊരു പോയിന്റ് ആണെങ്കിൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് അകത്തെ പോയിന്റ് ആണ്, നിങ്ങൾ പറയും എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ μ. അല്ല, നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പുറത്തെ ഒരു പോയിന്റ് ആണ് എങ്കിൽ അവിടെ ആരാ ഉള്ളത്? എയർ ആണുള്ളത്. സോ നമ്മൾ പറയണം എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ μ0. ശ്രദ്ധിക്കണേ, ഈ രണ്ടും ഒരേ സാധനം തന്നെയാണ്. ഇത് രണ്ടും ഒരേ രീതിയിൽ പറയാവുന്ന ഇക്വേഷൻസ് ആണ്. പക്ഷേ ചില ഡെറിവേഷൻ ഡെഫിനിഷൻ എഴുതാൻ നേരത്തെ നിങ്ങൾക്ക് μ0 എന്ന് കൊടുക്കും, ചിലപ്പോൾ നിങ്ങൾ μ എന്ന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ എന്താണ് ആക്ച്വലി കൊടുക്കേണ്ടത്? μ0 എന്ന് കൊടുക്കണോ μ എന്ന് കൊടുക്കണോ? അങ്ങോട്ട് പോകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഞാൻ പറയുകയാണ് മക്കളെ, പുറത്തെ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ μ0 എന്ന് പറയും, അകത്തെ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? μ എന്ന് പറയും. കൺഫ്യൂഷൻ ക്ലിയർ ആയില്ലേ? കൺഫ്യൂഷൻ മാറിയില്ലേ? ശരി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? നോക്കണം മക്കളെ, എങ്ങനെ പറയാം? സോ എച്ചും
ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും രണ്ട് രീതിയിൽ പറയാം സർ, രണ്ട് രീതിയിൽ പറയാമെന്ന് പറയണം. രണ്ട് രീതിയിൽ പറയാം. ഏതൊക്കെയാണ്? സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0h എന്ന് പറയാം. അതിൽ h വിച്ച് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ മ്യൂ 0 എന്ന് പറയാം. അതുപോലെ ഇങ്ങനെയും പറയാം. പറഞ്ഞേ, h വിച്ച് ഈസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ h എന്നും പറയാം. ഇത് ഇൻസൈഡ് പോയിന്റ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ഇത് ഔട്ട്സൈഡ് പോയിന്റ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ, രണ്ട് രീതിയിലും പറയാം. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ആവുമോ? ഇല്ല. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ബിന്റെ വാല്യൂ എന്താണ്? ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0 ni ആണ്. സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചതാണ് മ്യൂ 0 ni. ഈ n എന്താണ്? ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0 n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഇത് i. ഇനി ഇവിടെ പറഞ്ഞു ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0h എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മ്യൂ 0h എന്ന് പറഞ്ഞു. സോ ഈ ഇക്വേഷൻ എടുത്ത് നോക്കി. ഈ ഇക്വേഷനിൽ ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0h ആണ്. ഈ ഇക്വേഷനിൽ ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0 ni ഡിവൈഡ് ബൈ l ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെയും ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്, ഇവിടെയും മ്യൂ 0 ഉണ്ട്, ഇവിടെയും മ്യൂ 0 ഉണ്ട്. പക്ഷെ ഇവിടെ h ആണ് കിടക്കുന്നത്. നോക്കടാ മക്കളെ, ഇവിടെ ആരാ കിടക്കുന്നേ? h ആണ് കിടക്കുന്നത്. ഇവിടെ ആരാ കിടക്കണേ? ni ഡിവൈഡ് ബൈ l ആണ്. സോ ആരുടെ യൂണിറ്റ് സെയിം ആയിരിക്കും? എച്ചിന്റെയും ni ഡിവൈഡ് ബൈ എല്ലിന്റെ യൂണിറ്റ് സെയിം ആയിരിക്കും. സോ എച്ചിന്റെ യൂണിറ്റ് പറഞ്ഞു തരാമോ? എച്ചിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് n നമ്പർ ഓഫ് ടേൺസ് ആണ്. അതിന് യൂണിറ്റ് എത്രയാണ്? നമ്പർ ഓഫ് ടേൺസിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല, നമ്പറിന് യൂണിറ്റ് ഇല്ല. i എന്ന് പറഞ്ഞാൽ ആംപിയർ ആണ്. i എന്താണ്? i എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്, അത് ആംപിയർ ആണ്. പെർ ഡിവൈഡ് ബൈ l എന്താണ്? മീറ്റർ ആണ്. സോ എച്ചിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ പെർ മീറ്റർ ആണ്. ഓക്കെ ആണോ? സോ നമുക്ക് ഉറപ്പായൊരു കാര്യം മനസ്സിലായി. മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? മറ്റു വസ്തുക്കളെ കാന്തമാക്കി മാറ്റാനുള്ള ഒരു ഫീൽഡിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? ബി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ബി ആണ്. മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു വസ്തുക്കളെ കാന്തമാക്കി മാറ്റാനുള്ള കഴിവാണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? ബി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് മ്യൂ 0h എന്ന് വെച്ച് പറയാം, അല്ലെങ്കിൽ പറയാം ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ h എന്നും പറയാം. കണ്ടീഷൻ പറഞ്ഞേ. ഇതെന്ന് പറഞ്ഞാൽ പുറത്തെ പോയിന്റ് എടുക്കുന്നെങ്കിൽ മ്യൂ 0h എന്ന് പറയേണ്ടി വരും, അകത്തെ പോയിന്റ് എടുക്കുന്നെങ്കിൽ മ്യൂ h എന്ന് പറയേണ്ടി വരും. ഓക്കെ ആണോ? മെറ്റീരിയൽ അകത്താണെങ്കിൽ മ്യൂ h, പുറത്താണെങ്കിൽ മ്യൂ 0h. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ മറ്റു വസ്തുക്കളെ കാന്തമാക്കി മാറ്റാനുള്ള ഫീൽഡിന്റെ കഴിവായ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി പറ്റി വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ കോൺസെപ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.